ഹായ് ഓൾ, വെൽക്കം ടു കോപ്പറേറ്റീവ് ബൂസ്റ്റർ. ഞാൻ വിഷ്ണു പുഷ്പരാജ്. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCDCയെ കുറിച്ചാണ്. അല്ലേ, കോർപ്പറേഷൻ്റെ പാർട്ടിൽ, ഇന്ത്യൻ കോർപ്പറേഷൻ്റെ പാർട്ടിൽ വരുന്നതാണ് NCDC. ഓക്കെ, എന്താണ് NCDC ആണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് NCDC എന്ന് പറയുക കേട്ടോ. നമുക്ക് അതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം വളരെ വിശദമായിട്ട് തന്നെ. വളരെ വിശദമായിട്ട്, ഞാൻ വീണ്ടും പറയണം, വളരെ വിശദമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് ഈ NCDCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പം ഞാൻ ഇന്നത്തെ എൻ്റെ ക്ലാസ്സിൽ NCDCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറയും. അതിനോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ക്ലാസ്സിൻ്റെ അവസാനം ഞാൻ എന്ത് ചെയ്യും, നമ്മൾ NCDCയെ പഠിക്കും. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്തു പോകും. അല്ലെ, അത് നല്ലത്. നിങ്ങൾ ആലോചിക്കുക, നമ്മളൊരു ഏരിയ പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് ചെയ്തു പോകുമ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. NCDC അല്ലേ, NCDC എന്താണ്? NCDC എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ എപ്പോഴും ഓർക്കണം. NCDC എന്ന് പറയുമ്പോൾ നമ്മൾ കോർപ്പറേഷൻ അല്ല, ഇറ്റ്സ് എ കോർപ്പറേഷൻ. COOP, കോർപ്പറേഷൻ അല്ല, ഇതൊരു കോർപ്പറേഷൻ ആണ്. എന്താണ്? നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. എന്താണ്? NCDC സ്റ്റാൻഡ്സ് ഫോർ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, നോട്ട് കോർപ്പറേഷൻ, ഇറ്റ് ഈസ് കോർപ്പറേഷൻ. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ദ NCDC, ദ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ was established by an act of parliament in 1963 as a statutory corporation under the Ministry of Corporation. ഇവിടെ പറയുന്ന ഇതാണ്, ഇത് എന്താണ്? ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ്. നിയമം മൂലം അല്ലെ, നിയമം കൊണ്ട് രൂപീകൃതമായിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ് NCDC എന്ന് പറയുക. അപ്പൊ NCDCക്ക് ഒരു ആക്ട് ഉണ്ട് കേട്ടോ. NCDCക്ക് ഒരു ആക്ട് ഉണ്ടെന്ന് ആലോചിക്കുക. അപ്പം ഓർക്കുക, ദ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആൻ ആക്ട് ഓഫ് പാർലമെന്റ് ഇൻ 1963. അപ്പൊ 1963 NCDC പ്രവർത്തനം ആരംഭിക്കുന്നത്. അല്ലെ, ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആയിട്ടാണ് ഇത് ഫോം ചെയ്തത്. ഓക്കെ, ഇത് രൂപീകൃതമായ സമയത്ത് മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ ഇല്ല. പക്ഷെ ഇപ്പോൾ എന്താണ്? മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ നിലവിൽ ഇത് മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുക. പക്ഷെ രൂപീകൃതമായ സമയത്ത് എന്താണ്? അന്ന് നമ്മുടെ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്, സെൻട്രൽ ഡിപ്പാർട്ട്മെന്റ്, അന്ന് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലാണ് ഇത് ഫോം ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് ഇറ്റ് വാസ് സെറ്റപ്പ് ഓൺ. ഇപ്പോൾ ഓർക്ക് എന്താണ് സെറ്റപ്പ് ആയത്? 14 മാർച്ച് 1963 അണ്ടർ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ അല്ലെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിന്റെ അണ്ടറിലാണ് അല്ലെ, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ 14/3/1963 രൂപീകൃതമായത്. ഇവിടെ തന്നെ ഒരു സംശയം തോന്നുന്നു. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ 13/3 അല്ലേ? നിങ്ങൾക്ക് ചോദിക്കാം, 13/3/1963 അല്ലേ സാറേ ഇത് രൂപീകൃതമായിട്ടുള്ളത്? നമ്മുടെ ചില PYQസിലൊക്കെ എങ്ങനെയാണ് കാണുന്നത് അല്ലേ? അപ്പൊ ഓർത്ത് നോക്കുക, ഇവരുടെ സൈറ്റിൽ പറയുന്നത്, NCDCയുടെ സൈറ്റിൽ പറയുന്നത് 14/3 ആണ്. അപ്പൊ ആൻസറിൽ 14/3 13/3 ഉണ്ടെങ്കിൽ നിങ്ങൾ 14 കൂടുതൽ ഉത്തമമായ ആൻസർ. കാരണം അവരുടെ സൈറ്റിൽ പറയുന്നത് 14/3 ആണ്. പണ്ട് കാലം നമ്മൾ CSEBക്ക് വന്നിട്ടുള്ള 13/3 അപ്പൊ ഇത് രണ്ടും ഓർത്ത് വെച്ചേക്കുക. 14/3 ഓർക്കുക, 13/3 ഓർക്കുക കേട്ടോ. ഇറ്റ് വാസ് സെറ്റപ്പ് ഓൺ 14/3/1963 സൈറ്റിൽ പറയുന്നത് അങ്ങനെയാണ് കേട്ടോ. ഏത് നമ്മുടെ അഗ്രികൾച്ചർ മിനിസ്ട്രിയുടെ അണ്ടറിലാണ് ഇത് രൂപീകൃതമായത്. അപ്പൊ പഠിച്ചു, NCDC എന്താണ്? നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. രൂപീകൃതമായത് 14/3/1963 ഇനി 13/3 വന്നാൽ അത് എന്താണ് ചില സാഹചര്യത്തിൽ CSEB ആൻസർ കീ ആയിട്ട് എടുത്തിട്ടുണ്ട് 13/3. ഇപ്പൊ രണ്ടും പഠിച്ചു വെച്ചേക്കുക. പിന്നെ പറയുന്നുണ്ട്, ഇപ്പൊ 13/3 14/3 തന്നാൽ നിങ്ങൾ 14 എഴുതിക്കുള്ളൂ. ഇനി 13/3 എഴുതുന്നെങ്കിൽ 13 എഴുതിക്കുള്ളൂ. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ ഇതിന്റെ സൈറ്റിൽ പറഞ്ഞതാണ് കേട്ടോ. ഒന്നുകൂടെ ഞാൻ എടുത്ത് പറയുന്നേ ഉള്ളൂ. ഇനി ഇതിന്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ് അല്ലെ? അടുത്ത ഒരു പോയിന്റ് ആണ് ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ഹെഡ് ക്വാർട്ടർ ന്യൂഡൽഹിയിലാണ്. ഓർത്ത് നോക്കുക, ഈ നാഷണൽ ലെവൽ ഫെഡറേഷന്റെ ഒക്കെ അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ വരുന്ന ഒരു കോർപ്പറേഷന്റെ ഒക്കെ ഹെഡ് ക്വാർട്ടർ 90% കേട്ടോ, ഒരു 90% അത് ന്യൂഡൽഹിയിലാണ് കേട്ടോ. 90% അത് ന്യൂഡൽഹിയിലാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇപ്പൊ ഇവിടെ ഓർക്കുക, 14/3/1963 രൂപീകൃതമായി മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിന്റെ അണ്ടറിലാണ് അന്ന് രൂപീകൃതമായത്. ഇപ്പോൾ അത് മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് കേട്ടോ. ഹെഡ് ക്വാർട്ടർ ന്യൂഡൽഹിയിലാണ്. പിന്നെ ഇതിന് എന്താണ്? നമുക്ക് ഇതിന്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇത് 1956 എന്നാണ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർഹൌസിംഗ് ബോർഡ്, ഒരു വെയർഹൌസിംഗ് ബോർഡ് രൂപീകൃതമാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്? ഒരു വെയർഹൌസിംഗ് ബോർഡ് ആദ്യം രൂപീകൃതമാകുന്നുണ്ട്. അതിനുശേഷമാണ് പിന്നീടാണ് അത് എന്ത് ചെയ്യുന്നത്? നമ്മുടെ NCDC ആയിട്ട് എന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്യുന്നത്.
കാരണം നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കമ്മിറ്റീസിലൊക്കെ പഠിക്കുന്നുണ്ട്. സർവേ കമ്മിറ്റി, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, അല്ലെ, ഗോർവാല കമ്മിറ്റി എന്നൊക്കെ പറയും. വളരെ പ്രധാനപ്പെട്ട മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു കമ്മിറ്റിയാണ് സർവേ കമ്മിറ്റി. അപ്പം പറയുകയാണ്, സർവേ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് ഉണ്ടല്ലേ, ഫോർമേഷൻ ഓഫ് SBI, ക്രോപ്പ് ലോൺ സിസ്റ്റം, അല്ലെ, അങ്ങനെ കുറെ ഫണ്ടുകളെ കുറിച്ചും കുറേ കാര്യങ്ങൾ, സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, അങ്ങനെ കുറേ അധികം റെക്കമെൻഡേഷൻസ് നമ്മുടെ നാഷണൽ കോപ്പറേറ്റീവ് നമ്മുടെ സർവേ കമ്മിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ ശുപാർശ പ്രകാരമാണ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ്, അതിന്റെ വെയർ ഹൗസിംഗ് ബോർഡ് കേട്ടോ 1956 സെപ്റ്റംബർ 1 1956 എന്ത് ചെയ്യുകയാണ്, ഒരു നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർ ഹൗസിംഗ് ബോർഡ്, ഒരു വെയർ ഹൗസിംഗ് ബോർഡാണ് അതിന് രൂപീകൃതമാകുന്നത്. പിന്നീടാണ് അത് എന്ത് ചെയ്യുന്നത്, NCDC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ചോദിക്കാം, NCDC വാസ് ഫോംഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് സർവേ കമ്മിറ്റി. കാരണം രൂപീകൃതമായ സമയത്ത് അതിന്റെ അതൊരു വെയർ ഹൗസിംഗ് ബോർഡായിരുന്നു. പിന്നീടാണ് അത് എന്ത് ചെയ്യുന്നത്, NCDC ആയി മാറുന്നത്, അല്ലെ, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആയത് പിന്നീടാണെന്ന് ഓർത്ത് വെച്ചേക്കുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, ഒരു നിയമം മൂലം എന്ത് ചെയ്താണ് രൂപീകൃതമായിട്ടുള്ള കോർപ്പറേഷനാണ് NCDC എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് അതിനെപ്പറ്റി ഏത് നിയമമാണെന്ന് പറയണ്ടേ. NCDC ഫോം ചെയ്തത് ഒരു നിയമം മൂലമാണെന്ന് പറയുന്നുണ്ട്. ആ നിയമത്തിന്റെ പേരാണ് എന്താണ്, NCDC ആക്ട് കേട്ടോ, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആക്ട്, NCDC ആക്ട്. ഇപ്പൊ NCDC രൂപീകൃതമായത് 1963 മാർച്ച് 14, അല്ലെങ്കിൽ ചില ആൻസർക്കിൽ 13 പറയുന്നുണ്ട്. എന്നാൽ NCDC ആക്ട് വന്നത് എന്നാണ് 1962. അപ്പൊ 1962 ആദ്യം ആക്ട് വന്നു. ആ ആക്ട് പ്രകാരമാണ് NCDC രൂപീകൃതമാകുന്നത് കേട്ടോ. NCDC രൂപീകൃതമാകുന്നത് ആ ആക്ട് പ്രകാരമാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ആക്ട് നമ്പർ 26 ഓഫ് 1962 എന്ന് പറയുന്നത്, ദാറ്റ് മീൻസ് 1962 26ാമത്തെ ആക്ട് ആയിരുന്നു NCDC ആക്ട്. അപ്പൊ പഠിക്കാൻ എളുപ്പം. ആക്ട് വന്നു, അതിന്റെ പിറ്റേ വർഷം എന്ത് ചെയ്യുകയാണ്, കോർപ്പറേഷൻ നിലവിൽ വന്നു, അല്ലെ. 1962 ആക്ട് വന്നു, അതിന്റെ പിറ്റേ വർഷം 1963 NCDC രൂപീകൃതമാകും. അപ്പൊ ആക്ട് നമ്പർ 26 ഓഫ് 1962 1962 26ാമത്തെ ആക്ട് ആയിരുന്നു NCDC ആക്ട് എന്ന് ഓർത്ത് വെച്ചത്. ഓക്കെ. ഇനിയും പറയുകയാണ്, ഇത് രൂപീകൃതമായത് എന്താണ്, ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 3rd 5-year പ്ലാൻ, 3ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഇത് രൂപീകൃതമായത് കേട്ടോ. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് ഓർത്തോണേ. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ, ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 3ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്, 3rd 5-year പ്ലാന്റെ കാലത്താണ്. എന്താണ്, ആ കാലഘട്ടത്തിലാണ് NCDC രൂപീകൃതമായത്. ഇനി ഇവരുടെ മോട്ടോ എന്താന്ന് നോക്കിയേ. മോട്ടോ എന്താണ്, അസിസ്റ്റിംഗ് കോപ്പറേറ്റീവ് ഓൾവേസ്, എല്ലായ്പ്പോഴും എന്ത് ചെയ്യുകയാണ്, ആ സഹകരണ സ്ഥാപനങ്ങളെ സഹായിക്കുക കേട്ടോ. ഇതാണ് അവരുടെ ആ ഒരു ലോഗോ. ഇവരുടെ ആ ലോഗോയിൽ തന്നെ കിടപ്പെടുന്നതാണ് അസിസ്റ്റിംഗ് കോപ്പറേറ്റീവ്സ് ഓൾവേസ്, അസിസ്റ്റിംഗ് കോപ്പറേറ്റീവ്സ് ഓൾവേസ്. ഇതാണ് അവരുടെ ലോഗോ എന്ന് ഓർത്ത് വെച്ചത് കേട്ടോ. അസിസ്റ്റിംഗ് കോപ്പറേറ്റീവ് ഓൾവേസ്, അതാണ് അവരുടെ മോട്ടോ, അസിസ്റ്റിംഗ് കോപ്പറേറ്റീവ് ഓൾവേസ്, ദ മോട്ടോ ഓഫ് NCDC. ഓക്കെ. അടുത്ത പറയുന്നുണ്ട് എന്താണ്, ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് NCDC. ഇപ്പോൾ NCDCയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയേണ്ടത്. ദ ഒബ്ജക്റ്റീവ് ഓഫ് NCDC ആർ എന്തൊക്കെയാണ്, പ്ലാനിങ് ആൻഡ് പ്രൊമോട്ടിംഗ് പ്രോഗ്രാംസ് ഫോർ പ്രൊഡക്ഷൻ, പ്രോസസ്സിംഗ്, മാർക്കറ്റിംഗ്, സ്റ്റോറേജ്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ്, ഫുഡ് സ്റ്റഫ്സ്, എന്താ പറയുക, ഇൻഡസ്ട്രിയൽ ഗുഡ്സ്, ലൈഫ് സ്റ്റോക്ക് ആൻഡ് സർട്ടൺ അതർ നോട്ടിഫൈഡ് കമ്മോഡിറ്റീസ് ആൻഡ് സർവീസ് ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഫോർ മാറ്റേഴ്സ് കൺസേർഡ് ദെയർ വിത്ത് ഓർ ഇൻസിഡന്റൽ ദെയർ ടു. ഇതൊരു യൂണിവേഴ്സിറ്റി പുസ്തകങ്ങൾ പറയുന്നതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ട, ഇതൊന്നും അങ്ങനെ പഠിക്കണ്ട. കാരണം ഇതൊക്കെ നമ്മൾ PSCയുമായി ബന്ധപ്പെട്ട എക്സാമുകൾക്ക്, നമ്മൾ JCA ഒക്കെ പോലത്തെ എക്സാമുകളൊക്കെ വേണ്ടി പഠിച്ചാൽ മതി. ഇനി നമുക്കതൊന്നും ഇല്ലല്ലോ. JCA കഴിഞ്ഞു, കേരള ബാങ്ക് കഴിഞ്ഞു. എങ്കിലും ഓർത്ത് വെച്ചേക്കാം, NCDCയുടെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് എന്താണ്, പ്ലാനിങ് ആൻഡ് പ്രൊമോട്ടിംഗ് പ്രോഗ്രാംസ്, അല്ലെ. ചില പ്രോഗ്രാംസിൽ പ്ലാൻ ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. എന്തിനൊക്കെ വേണ്ടിയാണ്, ഫോർ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷന്, അത് പ്രോസസ്സിങ്ങിന്, മാർക്കറ്റിംഗ്, സ്റ്റോറേജ്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്, ഫുഡ് സ്റ്റഫ്സ്, ഇൻഡസ്ട്രിയൽ ഗുഡ്സ്, ലൈഫ് സ്റ്റോക്ക് ആൻഡ് സർട്ടൺ അതർ നോട്ടിഫൈഡ് കമ്മോഡിറ്റീസ്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു കമ്മോഡിറ്റീസിന്റെ, അല്ലേ, അതുമായി ബന്ധപ്പെട്ട പ്ലാനിങ് ആൻഡ് പ്രൊമോട്ടിംഗ് പ്രോഗ്രാംസ് ഒക്കെ എന്ത് ചെയ്യുക, എന്താണ് ആ പ്ലാനിങ് ആൻഡ് പ്രൊമോട്ടിംഗ് പ്രോഗ്രാംസ്, അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംസുകൾ പ്ലാൻ ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക ഒക്കെയാണ് നമ്മുടെ NCDCയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഓക്കെ. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന് അനുസൃതമായിട്ടായിരിക്കും ഇവർ പ്രവർത്തിക്കുന്നു. ഓക്കെ. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് കണ്ടപ്പോൾ നമ്മൾ ഇതങ്ങ് ഉൾപ്പെടുത്തുന്നേ ഉള്ളൂ. ഇനി NCDCയുടെ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഇതൊന്നും നിങ്ങളോട് ഞാൻ വീണ്ടും പറയുന്നത് CSEBക്ക് ചോദിക്കില്ല, എന്നാലും ഒന്ന് കേട്ടിരിക്കുക. എന്താണ്, പ്ലാനിങ്, പ്രൊമോട്ടിംഗ് ആൻഡ് ഫിനാൻസിങ് പ്രോഗ്രാംസ് ഫോർ പ്രൊഡക്ഷൻ, പ്രോസസ്സിംഗ്, മാർക്കറ്റിംഗ്, സ്റ്റോറേജ്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്, ഫുഡ് സ്റ്റഫ്സ്, സർട്ടൺ അതർ നോട്ടിഫൈഡ് കമ്മോഡിറ്റീസ്, എന്താണ് എക്സാമ്പിൾ ഫെർട്ടിലൈസേഴ്സ്, ഇൻസെക്ടിസൈഡ്സ്,
അഗ്രികൾച്ചർ മെഷീനറി, സോപ്പ്, കെറോസിൻ, അങ്ങനെ കുറെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രൊഡക്ഷനും പ്രോസസ്സിങ്ങും ഒക്കെ എന്താണ് ആ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുക, പ്ലാൻ ചെയ്യുക ഒക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. അത് നിങ്ങളത് നോക്കണ്ട കേട്ടോ, നമ്മൾ അത് വെറുതെ വേണ്ട, അത് വെറുതെ നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നെ ഇത് മുതൽ പഠിച്ചാൽ മതി, ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് കേട്ടോ. ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് ബാക്കി കാര്യങ്ങൾ വിട്ടേക്കുക, വെറുതെ നിങ്ങൾ അത് കാട് കയറി പഠിച്ച് നിങ്ങളുടെ സമയം കളയണ്ട. ഞാനത് ഒഴിവാക്കിയിരിക്കുന്നു. പക്ഷെ നോട്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ അത് ഉൾപ്പെടുത്തിയേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ നോട്ട് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടം വായിച്ച് നോക്കിയാൽ മതി, വെറുതെ അത് പഠിക്കേണ്ട കാര്യമില്ല കേട്ടോ. അടുത്താണ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് അല്ലേ. ഇതിന്റെ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് എങ്ങനെയാണെന്ന് പറയുന്നത്, ദ മാനേജ്മെന്റ് വെസ്റ്റ് ഇൻ 51 മെമ്പേഴ്സ് അല്ലെ, വലിയ റെപ്രസെന്റഡ് ജനറൽ കൗൺസിൽ to give shape to its policies and programs and board of management with the 12 members to cater to day-to-day activities. നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. ഇവരുടെ മാനേജ്മെന്റ് ജനറൽ കൗൺസിലിന്റെ കയ്യിലായിരിക്കും കേട്ടോ. ജനറൽ കൗൺസിലിന്റെ കയ്യിലാണ് ഇതിന്റെ മാനേജ്മെന്റ്. ജനറൽ കൗൺസിൽ 51 മെമ്പേഴ്സ് ഉണ്ടെന്ന് ഓർത്ത് വെച്ചത്. അത്രയാണ് ജനറൽ കൗൺസിൽ 51 മെമ്പേഴ്സ്. ദ മാനേജ്മെന്റ് വെസ്റ്റ് ഇൻ 51 മെമ്പർ കേട്ടോ. മാനേജ്മെന്റ് 51 അംഗങ്ങൾ ഉൾപ്പെടുന്ന ജനറൽ കൗൺസിലാണ്. അവരാണ് ഇതുമായി ബന്ധപ്പെട്ട പോളിസീസും പ്രോഗ്രാംസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, രൂപീകരണമാക്കുന്നത് കേട്ടോ. പിന്നെ ബോർഡ് ഓഫ് മാനേജ്മെന്റ് ഡെയിലി കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരു ബോർഡ് ഓഫ് മാനേജ്മെന്റ് ആണ്. ആ ബോർഡ് ഓഫ് മാനേജ്മെന്റിൽ 12 മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ജനറൽ കൗൺസിൽ 51, ബോർഡ് ഓഫ് മാനേജ്മെന്റിൽ 12 പേരും കേട്ടോ. ജനറൽ കൗൺസിലിൽ എത്രയുണ്ട്, 51 മെമ്പേഴ്സ് ഉണ്ട്. ബോർഡ് ഓഫ് മാനേജ്മെന്റിൽ 12 അംഗങ്ങളുണ്ടെന്ന് ഓർത്ത് വെച്ചു കേട്ടോ. അപ്പൊ ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ ഈ ബോർഡ് ഓഫ് മാനേജ്മെന്റ് നോക്കി നടത്തണമെന്ന് പറയുന്നത്. പിന്നെ ഹെഡ് ക്വാർട്ടേഴ്സിന് പുറമെ അല്ലെ, ബിസൈഡ്സ് ഇറ്റ് ഹെഡ് ഓഫീസ്, NCDC ഫങ്ഷൻസ് ത്രൂ 18 റീജിയണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡയറക്ടറേറ്റ് ഉണ്ടെന്ന് ഓർത്ത് വെച്ചത്. 18 റീജിയണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡയറക്ടറേറ്റ് കേട്ടോ. അപ്പൊ അത്രയാണ് 18 എന്ന് ഓർത്ത് വെക്കുക. ഇവരുടെ ജനറൽ കൗൺസിൽ GC ജനറൽ കൗൺസിലിന് 51 മെമ്പേഴ്സ് എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഇവരുടെ ബോർഡ് ഓഫ് മാനേജ്മെന്റ് അല്ലെ, BOM ബോർഡ് ഓഫ് മാനേജ്മെന്റിൽ എത്രയുണ്ട്, 12 പേരുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നോക്കിയേ, എന്താണ് ജനറൽ കൗൺസിൽ 51, ബോർഡ് ഓഫ് മാനേജ്മെന്റിൽ എത്രയാണ് 12, പിന്നെ 18 റീജിയണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡയറക്ടറേറ്റ് ഉണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ പറഞ്ഞ ആസ് ഓഫ് ഒക്ടോബർ 2020 ഇറ്റ് ഹാസ് 18 റീജിയണൽ ഡയറക്ടറേറ്റ്. 18 ഉണ്ട്. ബാംഗ്ലൂര്, ഭോപ്പാല്, ഭുവനേശ്വർ, ചണ്ഡീഗഡ്, പിന്നെ എവിടെയാണ് ചെന്നൈ, ഡെറാഡൂൺ, ഗാന്ധിനഗർ, ഗുവാഹത്തി, ഹൈദരാബാദ്, ജയ്പൂർ, കൊൽക്കത്ത, ലക്നൗ, പാട്ന, പൂന. അതൊന്നും നമ്മൾ പഠിക്കണ്ട, കാണാതെ പഠിക്കണം. ജസ്റ്റ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ട് ഉള്ളുന്നുണ്ടോ കേട്ടോ. ജസ്റ്റ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയേ ഉള്ളൂ. 18 ഉണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. 51 പേരാണ് ജനറൽ കൗൺസിലിൽ, 12 പേരാണ് ബോർഡ് ഓഫ് മാനേജ്മെന്റ് എന്ന് ഓർത്ത് വെച്ചേക്കുക. 18 റീജിയണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡയറക്ടറേറ്റ്സ് ഉണ്ടെന്നും അതോടൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, പിന്നെ പറയുന്നത് ജനറൽ കൗൺസിൽ ഇസ് ദ സുപ്രീം ബോഡി ഓഫ് NCDC. ഇപ്പൊ NCDCയുടെ സുപ്രീം ബോഡി എന്ന് പറയുന്നത് എന്താണ്, അത് ജനറൽ കൗൺസിലാണ് കേട്ടോ. ആ ജനറൽ കൗൺസിൽ ഈസ് ദ സുപ്രീം ബോഡി ഓഫ് NCDC. NCDCയുടെ സുപ്രീം ബോഡിയായിട്ട് കണക്കാക്കപ്പെടുന്നത് ആരെയാണ്, ജനറൽ കൗൺസിൽ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ മാനേജിംഗ് ഡയറക്ടർ ഈസ് ദ ചീഫ് എക്സിക്യൂട്ടീവ്. അപ്പം ഈ NCDCയുടെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയപ്പെടുന്ന ആരാണ്, അത് MD ആയിരിക്കും കേട്ടോ. MD ആണ് ചീഫ് എക്സിക്യൂട്ടീവ്. NCDCയുടെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് MD ആണ്. ഓക്കെ, MD ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അദ്ദേഹം ഒരു IAS ഓഫീസർ ആയിരിക്കണം. അദ്ദേഹം ഒരു IAS ഓഫീസർ ആയിരിക്കും. സെൻട്രൽ ഗവൺമെന്റ് ആണ് അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ IAS കേട്ടിട്ടുള്ള ഒരു വ്യക്തിയെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ NCDCയുടെ MD ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് സെൻട്രൽ ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ യൂണിയൻ മിനിസ്റ്റർ കോർപ്പറേഷൻ ഇസ് ദ പ്രസിഡന്റ് ഓർ ഹെഡ് ഓഫ് ജനറൽ കൗൺസിൽ. ഇപ്പൊ ജനറൽ കൗൺസിലിന്റെ എന്താണ് ഹെഡ് അല്ലെങ്കിൽ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ആണ് കേട്ടോ. അതും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അതും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. യൂണിയൻ മിനിസ്റ്റർ കോർപ്പറേഷൻ ഇസ് ദ പ്രസിഡന്റ് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ജനറൽ കൗൺസിൽ എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ പറയുന്നത് വൈസ് പ്രസിഡന്റ് ഓഫ് ദി ജനറൽ കൗൺസിൽ ഇസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് ദി ബോർഡ് ഓഫ് മാനേജ്മെന്റ്. അപ്പം ഈ ജനറൽ കൗൺസിലിന്റെ പ്രസിഡന്റ് യൂണിയൻ മിനിസ്റ്റർ ആണെങ്കിൽ വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ ആരാണ്, വൈസ് പ്രസിഡന്റ് ഓഫ് ദ ജനറൽ കൗൺസിൽ ഇസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് ദി ബോർഡ് ഓഫ് മാനേജ്മെന്റ്. അപ്പൊ ബോർഡ് ഓഫ് മാനേജ്മെന്റിന്റെ ചെയർമാൻ ആയിരിക്കും നമ്മുടെ ജനറൽ കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റ് കേട്ടോ. ഓർത്ത് വെച്ചേക്കുക. യൂണിയൻ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ അല്ലെങ്കിൽ എന്താണ് കോർപ്പറേഷന്റെ യൂണിയൻ മിനിസ്റ്റർ ആണ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ജനറൽ കൗൺസിൽ എന്ന് ഓർത്ത് വെച്ചേക്കുക. വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആരാണ്, വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആരാണ്, നമ്മുടെ ബോർഡ് ഓഫ് മാനേജ്മെന്റിന്റെ ചെയർമാൻ. ഓക്കെ, ബോർഡ് ഓഫ് മാനേജ്മെന്റിന്റെ ചെയർമാൻ ഉണ്ടാവുമല്ലോ, അദ്ദേഹമാണ് ഇതിന്റെ വൈസ് പ്രസിഡന്റ് എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ പറയുന്നുണ്ട്
എന്താണ് RBI, SBI അല്ലെ, RBI, SBI, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ മെമ്പേഴ്സ് ഓഫ് NCDC. അപ്പോൾ NCDC മെമ്പേഴ്സ് ആയിട്ട് RBI, SBI, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒക്കെ എന്താണ് ഇവരുടെ മെമ്പേഴ്സ് ആയിട്ട് വരുന്നുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? അടുത്താണ് ടേം ഓഫ് ജനറൽ കൗൺസിൽ ആൻഡ് ബോർഡ്. ബോർഡിന്റെയും ജനറൽ കൗൺസിലിന്റെയും ടേം എന്ന് പറയുന്നത് എത്രയാണ്? 3 വർഷമാണ് കേട്ടോ. ടേമിന്റെ ജനറൽ കൗൺസിലിന്റെയും കാലാവധി 3 വർഷമാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ടേം ഓഫ് ജനറൽ കൗൺസിൽ ആൻഡ് ബോർഡ് 3 years ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പം നമുക്കറിയാം NCDC ആക്ട് 62 NCDC ആക്ട് വരുന്നത് അല്ലേ. NCDC ആക്ട് വരുന്നത് 1962. ഈ NCDC ആക്ട് 1975 2002 എന്നാണ് അമെൻഡ് ചെയ്തിട്ടുണ്ട്. ഓർത്ത് വെച്ചത് NCDC ആക്ട് അമെൻഡഡ് ഇൻ 1975 ആൻഡ് 2002. ഇപ്പോൾ 2002 അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അമെൻമെന്റാണ്. 1962 NCDC ആക്ട് വരുന്നു, 1975 ഒരു അമെൻമെന്റ് നടക്കുന്നുണ്ട്, അതിനുശേഷം 2002 ഒരു അമെൻമെന്റ് നടക്കുന്നുണ്ട്. 2002 അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അമെൻഡ് എന്നാണ് പറയുക. എല്ലാ കാര്യങ്ങളും അമെൻഡ് ചെയ്തു. 2002 അമെൻമെന്റിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാം അമെൻഡ് ചെയ്തു. 1975 ജസ്റ്റ് അമെൻമെന്റ് നടന്നു ഓർത്ത് വെച്ചേക്കും. അപ്പോൾ 1975 2002 അമെൻമെന്റ് വന്നിട്ടുള്ളത്. പിന്നെ പറയാണ് ടു ഹെൽപ്പ് ദ ലോങ് ടൈം ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ. ലോങ് ടൈം ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? NCDC പർച്ചേസ് ഡിബഞ്ചർ കേട്ടോ. NCDC പർച്ചേസസ് ഡിബഞ്ചർ ഫ്ലോട്ടഡ് ബൈ ടു ദ എക്സ്റ്റെൻഡ് ഓഫ് നോട്ട് എക്സീഡിങ് എന്താണ് 5% ഓഫ് സിംഗിൾ യൂസ് എന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ലോങ് ടൈം ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ സഹായിക്കാനായിട്ട് NCDC എന്ത് ചെയ്യാറുണ്ട്? അവർ ഫ്ലോട്ട് ചെയ്യുന്ന ഡിബഞ്ചേഴ്സുകൾ പർച്ചേസ് ചെയ്യാറുണ്ട്. നോട്ട് എക്സീഡിങ് 5% ഓഫ് സിംഗിൾ യൂസ് എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഈ 2 പോയിന്റുകൾ ഓർത്ത് വെച്ചേക്കുക. മിനിമം സപ്പോർട്ട് സ്കീം ആൻഡ് മിനിമം സപ്പോർട്ട് പ്രൈസ് കേട്ടോ. മിനിമം സപ്പോർട്ട് സ്കീമും മിനിമം സപ്പോർട്ട് പ്രൈസും NCDC രൂപീകരിക്കുന്നതാണല്ലോ. അത് ഇംപ്ലിമെന്റഡ് എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ അക്സ്തി അല്ലെ, അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അക്സ്തി കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ട്രിവാൻഡ്രത്തോളാണ് 1992 രൂപീകൃതമായിട്ടുള്ളത്. കേരള കോർപ്പറേഷൻ ഞാൻ പഠിപ്പിക്കുന്നത്. ഇപ്പൊ എന്താണ് അക്സ്തിക്ക് സാമ്പത്തിക സഹായം അല്ലെ. NCDC പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു അക്സ്തി. NCDC എന്ത് ചെയ്യുന്നുണ്ട്? അക്സ്തിക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുന്നുണ്ട്. അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അക്സ്തിയുടെ ഫുൾ ഫോം അല്ലെ. ട്രിവാൻഡ്രത്താണ് രൂപീകൃതമായിട്ടുള്ളത്. 1992 രൂപീകൃതമായിട്ടുള്ളതെന്ന് ഓർത്ത് വെച്ചു. ഓക്കെ, അടുത്താണ് യുവ സഹകാർ ഇസ് എ സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ NCDC. അപ്പോൾ NCDC ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സ്കീമാണ് യുവ സഹകാർ കേട്ടോ. ഓർത്ത് വെച്ചേക്കുക, അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. യുവ സഹകാർ അത് NCDC ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്കീമാണ്. അക്സ്തിക്ക് എന്താണ് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. മിനിമം സപ്പോർട്ട് സ്കീം മിനിമം സപ്പോർട്ട് പ്രൈസ് ഒക്കെ NCDC ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ICDP പിന്നെ നമുക്കൊരു ക്ലാസ് തന്നെ എടുത്തു തരും കേട്ടോ. ICDPയുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പറയുന്നതാണ് ICDP അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് അല്ലെ. ഇന്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് വാസ് ഇംപ്ലിമെന്റഡ് ബൈ NCDC. അപ്പോൾ NCDC ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളതാണ് എന്തെന്ന് പറയുക? ICDP, ഇന്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ്. ഞാൻ പഠിപ്പിക്കും, അതിന്റെ ക്ലാസ് നമ്മൾ അല്ലാതെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ICDP ഇൻട്രൊഡ്യൂസ് ചെയ്തത് 7th 5-year പ്ലാൻ ആണ്. 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ICDP എന്ത് ചെയ്തിട്ടുള്ളത്? ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ആരാണ്? NCDC ആണ്. ICDP ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള NCDC ആണ്. ICDP വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 7th 5-year പ്ലാൻ അല്ലെ. 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ICDP ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ പറയുന്നുണ്ട് ഇറ്റ് വാസ് ഇംപ്ലിമെന്റഡ് ബൈ NCDC. അപ്പോൾ NCDC ആണ് എന്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്? ICDP ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണ്? വിത്ത് ദ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഓഫ് നബാർഡ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ്. അപ്പോൾ ഈ ICDP അതായത് ഇന്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി NCDCക്ക് ആരാണ് സാമ്പത്തിക സഹായം നൽകിയെന്ന് ചോദിച്ചാൽ ഓർത്ത് വെക്കുക, നബാർഡും സെൻട്രൽ ഗവൺമെന്റും. നബാർഡും നമ്മുടെ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുകയാണ്? സാമ്പത്തിക സഹായങ്ങൾ നമ്മുടെ NCDCക്ക് കൊടുത്തു. എന്തിന്? ICDP ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. പിന്നെ ആദ്യമായിട്ട് ICDP ഇംപ്ലിമെന്റ് ചെയ്തത് എങ്ങനെയാണ്? എവിടെയാണെന്ന് നോക്കിയേ, ICDP പ്രോജക്റ്റ് അല്ലേ. ICDP പ്രോജക്റ്റ് വാസ് ഫസ്റ്റ് ഇംപ്ലിമെന്റഡ് ഇൻ നാദിയ ഡിസ്ട്രിക്ട്, വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിലെ നദിയ ഡിസ്ട്രിക്റ്റിലാണ് ആദ്യമായിട്ട് ICDP പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തത്. 1985 ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ICDP പ്രോജക്റ്റ് വാസ് ഫസ്റ്റ് ഇംപ്ലിമെന്റഡ് ഇൻ നാദിയ ഡിസ്ട്രിക്ട്, വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഓർത്ത് വെച്ചേക്കുക 1985. ഇനി നമ്മുടെ കേരളത്തിലാണെങ്കിൽ ആദ്യം വയനാട് ജില്ലയിലാണ് കേട്ടോ. ICDP ഇംപ്ലിമെന്റഡ് ഫസ്റ്റ് ഇൻ വയനാട്. വയനാടിലാണ് ആദ്യമായിട്ട് ICDP ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ എത്രയാണ് ടോട്ടൽ? there are 5 ICDP ഇൻ കേരള. കേരളത്തിന് 5 ICDP ആണ്. എന്താണ് 5 ജില്ലകളിലുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. ട്രിവാൻഡ്രം,
കോട്ടയം, തൃശ്ശൂർ, പാലക്കാട്, വയനാട്, അങ്ങനെ ഈ 5 ജില്ലകളിലേക്കാണ് ICDP ഇംപ്ലിമെന്റ് ചെയ്തത്. ആദ്യം കേരളത്തിൽ വയനാടാണ്. ഇന്ത്യയിൽ ആദ്യം നദിയ ഡിസ്ട്രിക്റ്റ് ആണ് വെസ്റ്റ് ബംഗാളിലെ 1985 ഓർത്ത് വെച്ചേക്കുക. പിന്നെ ICDP ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആരിൽ കൂടിയാണ്? ഏജൻസി അല്ലെ. അതിന്റെ ഏജൻസി ആരാണ്? ജില്ലാ ബാങ്കുകളാണ്. ഇപ്പൊ ജില്ലാ ബാങ്കുകൾ ഇല്ലല്ലോ, ഇപ്പൊ കേരള ബാങ്ക് ആയില്ലേ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഏജൻസി ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് ICDP. ICDP ഇംപ്ലിമെന്റ് ചെയ്ത ഏജൻസി ഏതാണ്? അത് DCB, ജില്ലാ ബാങ്ക് അല്ലെ. ഓരോ ജില്ലയിലും ജില്ലാ ബാങ്കിൽ കൂടെ ആയിരുന്നു ICDP പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തതെന്ന് ഓർത്ത് വെച്ചേക്കുക. ICDP വളരെ പ്രധാനപ്പെട്ടാണ്. NCDC ആണ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകിയത് നബാർഡും സെൻട്രൽ ഗവൺമെന്റുമാണ്. ICDP പ്രോജക്റ്റ് ആദ്യം ഇംപ്ലിമെന്റ് ചെയ്തത് നദിയ ഡിസ്ട്രിക്ട്, വെസ്റ്റ് ബംഗാളിലെ നദിയ ഡിസ്ട്രിക്റ്റിലാണ് 1985. പിന്നെ ICDP ഇംപ്ലിമെന്റ് ഫസ്റ്റ് ഇൻ വയനാട് ഇൻ കേരള. കേരളത്തിലാണെങ്കിൽ ആദ്യം വയനാടാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തത്. ആകെ there are 5 ICDP. കേരളത്തിൽ 5 ICDPs ആണല്ലേ, 5 ജില്ലകളാണ് ഇംപ്ലിമെന്റ് ചെയ്ത്. ട്രിവാൻഡ്രം, കോട്ടയം, തൃശ്ശൂർ, പാലക്കാട്, വയനാട് കേട്ടോ. പിന്നെ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത ഏജൻസി അത് ജില്ലാ ബാങ്കുകളാണെന്ന് ഓർത്ത് വെച്ചത്. ഓക്കെ, ക്ലിയർ അല്ലേ? അത് കുറച്ച് പോയിന്റ്സ് കൂടെ ഉള്ളൂ കേട്ടോ. നമുക്ക് കുറച്ച് പോയിന്റ്സ് ഉള്ളൂ, എല്ലാവരും കേട്ടിരിക്കുക. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ട് അല്ലെ, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ട് വാസ് അഡ്മിനിസ്ട്രേഡ് ബൈ NCDC. NCDC ആണ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ഓർത്ത് വെച്ചേക്കുക കേട്ടോ. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ട് വാസ് അഡ്മിനിസ്ട്രേഡ് ബൈ NCDC എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ കോപ്പറേറ്റീവ് സ്പിന്നിങ് മിൽസ് പഠിക്കാനുള്ളതാണ് നമുക്ക് കേട്ടോ. കോർപ്പറേഷൻ പാർട്ടി പഠിക്കാനുള്ളതാണ്. അപ്പോൾ കോപ്പറേറ്റീവ് സ്പിന്നിങ് മിൽസ് ആർ ഗവേൺഡ് ആൻഡ് കൺട്രോൾഡ് അണ്ടർ NCDC കേട്ടോ. NCDC അണ്ടറിലാണ് കോപ്പറേറ്റീവ് സ്പിന്നിങ് മിൽസുകളൊക്കെ എന്താണ് ഗവേൺ ചെയ്തും കൺട്രോൾ ചെയ്തു അല്ലെ. അതിന്റെ എങ്ങനെ നിർദ്ദേശങ്ങൾ നൽകുന്നതും അതിനെ നിയന്ത്രിക്കുന്നത് കോപ്പറേറ്റീവ് സ്പിന്നിങ് മിൽസിനെ നിയന്ത്രിക്കുന്നതും ഒക്കെ ആരാണ്? NCDC. അപ്പോൾ ഓർത്ത് വെക്കുക, കോപ്പറേറ്റീവ് സ്പിന്നിങ് മിൽസ് ആർ ഗവേൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ NCDC എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇവിടെ NCDC സഹായം നൽകുന്നത് എങ്ങനെയാണ്? ലോൺ ആയിട്ടും സബ്സിഡി ആയിട്ടുമാണ് NCDC ഇവിടെ സഹായം നൽകുന്നത്. അത് ഓർത്ത് വെച്ചാണ് കേട്ടോ. ദ അസിസ്റ്റൻസ് ഗിവൺ ബൈ NCDC അല്ലെ, NCDC നൽകുന്ന അസിസ്റ്റൻസ് എങ്ങനെയാണ്? ഈസ് ബൈ വേ ഓഫ് ലോൺ ആൻഡ് സബ്സിഡി. ലോൺ ആൻഡ് സബ്സിഡിയിലൂടെയാണ് NCDC എന്ത് ചെയ്യുന്നത്? ഇവിടെ സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നത് കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ദ അസിസ്റ്റൻസ് ഗിവൺ ബൈ NCDC ഈസ് ബൈ വേ ഓഫ് ലോൺ ആൻഡ് സബ്സിഡി. പിന്നെ ടോപ്പിക് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ, ട്രെയിനിങ് ഓഫ് പേഴ്സണൽ ഇൻ കോപ്പറേറ്റീവ്സ് കേട്ടോ. ട്രെയിനിങ് ഓഫ് പേഴ്സണൽ ഇൻ കോപ്പറേറ്റീവ്സ് ടോപ്പിക് അല്ലെ, ട്രെയിനിങ് സെന്റർ ഇൻ ഹരിയാന റൺ ബൈ NCDC. ഇപ്പൊ NCDC നടത്തുന്ന ഒരു ട്രെയിനിങ് സെന്റർ ആണ് എന്തെന്ന് പറയുക? ആ ടോപ്പിക്, ദാറ്റ് മീൻസ് ട്രെയിനിങ് ഓഫ് പേഴ്സണൽ ഇൻ കോപ്പറേറ്റീവ്സ് കേട്ടോ. അപ്പൊ ഇത് ഹരിയാനയിലാണ്. ഓക്കെ, ഹരിയാനയിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ടോപ്പിക് നമ്മളത് ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുക, അപ്പോൾ ഒന്ന് നോട്ട് ചെയ്തേക്കുക കേട്ടോ. ടോപ്പിക് ട്രെയിനിങ് ഓഫ് പേഴ്സണൽ ഇൻ കോപ്പറേറ്റീവ് ട്രെയിനിങ് അല്ലെ, ട്രെയിനിങ് ഓഫ് പേഴ്സണൽ ഇൻ കോപ്പറേറ്റീവ് ട്രെയിനിങ് ഓഫ് പേഴ്സണൽ ഇൻ കോപ്പറേറ്റീവ്സ് ട്രെയിനിങ് സെന്റർ ഇൻ ഹരിയാന റൺ ബൈ NCDC. അടുത്താണ് ലിനാക് അല്ലെ, ലക്ഷ്മൺ റാവു ഇനാംദർ നാഷണൽ അക്കാഡമി ഫോർ കോപ്പറേറ്റീവ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ലിനാക് അത് ഓർത്ത് വെച്ചേക്കുക. ഇത് റൺ ചെയ്യുന്ന ആരാണ്? NCDC ആണ്. ഇപ്പം ലക്ഷ്മൺ റാവു ഇനാംദർ നാഷണൽ അക്കാഡമി ഫോർ കോപ്പറേറ്റീവ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഈസ് ഓൾസോ റൺ ബൈ NCDC എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇപ്പൊ ടോപ്പിക്ക് ലിനാക്, ഇത് രണ്ടും NCDC നടത്തുന്നതാണ് അല്ലെ, റൺ ചെയ്യുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്താണ് നോക്കിയേ, NCDC പ്രൊവൈഡ് ദ ഫോളോയിങ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് സൊസൈറ്റി. അപ്പോൾ NCDC താഴെ പറയുന്ന സാമ്പത്തിക സഹായങ്ങൾ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് സംഘങ്ങൾക്ക് നൽകുന്നുണ്ട് അല്ലേ. ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് സൊസൈറ്റീസിന് ഷെയർ ക്യാപിറ്റൽ ആര് നൽകുന്നുണ്ട്? NCDC നൽകുന്നുണ്ട്. മാനേജറിയൽ സബ്സിഡി നൽകുന്നുണ്ട്. ലോൺസ് ആൻഡ് ഗ്രാൻഡ്സ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഗോഡൗൺ. മാർക്കറ്റിംഗ് പ്രോസസിംഗ് സംഘങ്ങൾക്ക്, മാർക്കറ്റിംഗിന്റെയും അതുപോലെ പ്രോസസിംഗ് സംഘങ്ങൾക്കൊക്കെ എന്താണ് ലോണും ഗ്രാൻഡും നൽകുന്നത്? എന്തിനു വേണ്ടിയാണ്? ഗോഡൗൺ കൺസ്ട്രക്ട് ചെയ്യാൻ കേട്ടോ. ലോൺസ് ആൻഡ് ഗ്രാൻഡ്സ് ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് ഗോഡൗൺ നൽകുന്നുണ്ട് കേട്ടോ. പിന്നെ കോൺട്രിബ്യൂഷൻ ടു പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, അത് ഞാൻ പഠിപ്പിക്കും കേട്ടോ. നമ്മൾ കേരള കോർപ്പറേഷനിൽ പഠിപ്പിക്കും ഓരോ ഫണ്ടുകളെ കുറിച്ചൊക്കെ. പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് പഠിപ്പിക്കും അവിടെ. പിന്നെ ഓർത്ത് നോക്കുക, ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ 2019 ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ ആര് കണ്ടക്ട് ചെയ്തു? കണ്ടക്റ്റഡ് ബൈ NCDC കേട്ടോ. ന്യൂഡൽഹിയിലാണ് 2019 ന്യൂഡൽഹിയിൽ ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ ആര് കണ്ടക്ട് ചെയ്യുന്ന ചോദിച്ചാൽ NCDC കണ്ടക്ട് ചെയ്തു. പിന്നെ റൂറൽ കൺസ്യൂമർ സ്കീം അല്ലെങ്കിൽ ലീഡ് ലിങ്ക് സ്കീം, അതായത് സാധാരണക്കാർക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് സപ്ലൈ ചെയ്യുന്ന ആ ഒരു സ്കീമാണ് അല്ലേ, റൂറൽ കൺസ്യൂമർ സ്കീം അല്ലെങ്കിൽ ലീഡ് ലിങ്ക് സ്കീം അല്ലേ. അപ്പോൾ ഈ റൂറൽ കൺസ്യൂമർ സ്കീം അല്ലേ, റൂറൽ കൺസ്യൂമർ സ്കീം അല്ലെങ്കിൽ ലീഡ് ആൻഡ് ലിങ്ക് സ്കീം അല്ലെങ്കിൽ ലീഡ് ലിങ്ക് സ്കീം ഇതാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? NCDC ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1976. റൂറൽ ഏരിയാസിലുള്ള ആൾക്കാർക്ക് എന്താണ് ബേസിക് ആയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ
സപ്ലൈ ചെയ്യുന്ന കാര്യമായിരുന്നു കേട്ടോ. അതാണ് റൂറൽ കൺസ്യൂമർ സ്കീം അല്ലെങ്കിൽ ലീഡ് ലിങ്ക് സ്കീം. ഇത് NCDC ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. 1976 NCDC ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്തിനു വേണ്ടിയാണ്? ഫോർ ഡെവലപ്മെന്റ് ഓഫ് റൂറൽ കൺസ്യൂമർ സെക്ടർ അല്ലേ. റൂറൽ കൺസ്യൂമർ സെക്ടറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി 1976 NCDC ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്കീമാണ് റൂറൽ കൺസ്യൂമർ സ്കീം അല്ലെങ്കിൽ ലീഡ് ലിങ്ക് സ്കീം കേട്ടോ. അപ്പോൾ റൂറൽ ഏരിയാസിലുള്ള ആൾക്കാർക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് പ്രൊവൈഡ് ചെയ്യുക, അതായിരുന്നു അതിന്റെ ലക്ഷ്യം എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, പിന്നെയാണ് കമ്മോഡിറ്റി ഗ്രാൻഡ്. അപ്പോൾ ഇതും പഠിക്കണം. ഇപ്പം ഞാൻ ഈ പറഞ്ഞതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മോഡിറ്റി ഗ്രാൻഡ് എന്താണ്? കമ്മോഡിറ്റി ഗ്രാൻഡ് ഇസ് ദ ഗ്രാൻഡ് ഗീവൺ ബൈ NCDC അല്ലേ. കമ്മോഡിറ്റി ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ NCDC നൽകുന്ന ഗ്രാൻഡാണ്. ഇസ് ദ ഗ്രാൻഡ് ഗീവൺ ബൈ NCDC ആർക്ക്? ടു കേരാഫെഡ്. കേരാഫെഡിന് നൽകുന്ന ഗ്രാൻഡാണ് കമ്മോഡിറ്റി ഗ്രാൻഡ്. എന്തിനു വേണ്ടി? ഫോർ കോക്കനറ്റ് ഡെവലപ്മെന്റ് പർപ്പസ്. കോക്കനറ്റ് ഡെവലപ്മെന്റ് പർപ്പസിനായിട്ട് എന്താണ് NCDC കേരാഫെഡിന് നൽകുന്ന ഗ്രാൻഡിനെയാണ് കമ്മോഡിറ്റി ഗ്രാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. കമ്മോഡിറ്റി ഗ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്മോഡിറ്റി ഗ്രാൻഡ് ഇസ് ദ ഗ്രാൻഡ് ഗിവൺ ബൈ NCDC ടു കേരാഫെഡ് ഫോർ കോക്കനട്ട് ഡെവലപ്മെന്റ് പർപ്പസ്. അടുത്താണ് സോഴ്സ് ഓഫ് ഫണ്ട് ഓഫ് NCDC കേട്ടോ. NCDCയുടെ ഫണ്ടിന്റെ സോഴ്സുകളെ കുറിച്ചാണ് പറയുന്നത്. ലോൺസ് ആൻഡ് ഗ്രാൻഡ്സ് ഫ്രം ദ സെൻട്രൽ ഗവൺമെന്റ്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ലോണുകളും ഗ്രാൻറ്റുകളും സ്വീകരിക്കുന്നു. മാർക്കറ്റിംഗ് ബോറോയിങ്സ് ഉണ്ട്. പിന്നെ NCDC ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്റേണൽ അക്രൂവൽസ് ഉണ്ട്. ഇന്റർനാഷണൽ എയ്ഡ് ഫ്രം അല്ലേ. ഇന്റർനാഷണൽ എയ്ഡ് ഫ്രം എവിടെ നിന്ന്? വേൾഡ് ബാങ്കിൽ നിന്നുണ്ട്. പിന്നെ EEC യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി എന്നൊക്കെ എന്താണ് നമുക്ക് സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക. സോഴ്സ് ഓഫ് ഫണ്ട് ഓഫ് NCDC എന്ന് ചോദിച്ചാൽ എവിടെ നിന്നൊക്കെയാണ്? ലോൺസ് ആൻഡ് ഗ്രാൻഡ് ഫ്രം ദ സെൻട്രൽ ഗവൺമെന്റ്, മാർക്കറ്റിംഗ് ബോറോയിങ്സ്, ഇഷ്യൂ ഓഫ് NCDC ബോണ്ട്, ഇന്റേണൽ അക്രൂവൽസ്, ഇന്റർനാഷണൽ എയ്ഡ് ഫ്രം വേൾഡ് ബാങ്ക്, പിന്നെ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമുക്ക് എന്താണ് സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് ഓർത്ത് വെച്ചിരിക്കുന്നു. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഓവർവ്യൂ ചെയ്യാം കേട്ടോ. ഫോം ചെയ്ത് 14 മാർച്ച് 1963. ജസ്റ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് പറഞ്ഞു പോവാണ്. ജൂറിസ്ഡിക്ഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലേ. പിന്നെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ന്യൂഡൽഹി. ഇന്ത്യയിലെ ന്യൂഡൽഹിയിലാണ് ഹെഡ് ക്വാർട്ടർ വരിക. മിനിസ്റ്റർ, ഇപ്പോഴത്തെ മിനിസ്റ്റർ റെസ്പോൺസിബിൾ ഹെഡ് വരുന്ന ആരാണ്? അമിത്ഷാ ആണ് അല്ലേ. അമിത്ഷാ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെന്താണ്? ഏജൻസി എക്സിക്യൂട്ടീവ് അല്ലെ. മാനേജിംഗ് ഡയറക്ടറായിട്ട് വരുന്ന ആരാണ്? ശ്രീ പങ്കജ് കുമാർ ബൻസാൽ IAS കേട്ടോ. ശ്രീ പങ്കജ് കുമാർ ബൻസാൽ IAS ആണ് നിലവിലെ MD എന്ന് പറയുക. പിന്നെ പേരന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാൻ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ കേട്ടോ. നേരത്തെ അഗ്രികൾച്ചർ ആയിരുന്നു. ഇപ്പം കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് രൂപീകൃതമായപ്പോൾ അഗ്രികൾച്ചറിൽ നിന്ന് എന്ത് ചെയ്തു? കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇത്തരം കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടാണ് നമുക്ക് NCDCയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് NCDCയുമായി ബന്ധപ്പെട്ട് നമുക്ക് PYQ ആയിട്ട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കിയേ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുകയാണത് കോപ്പറേറ്റീവ് പ്രോസസ്സിംഗ് യൂണിറ്റ് ഇൻ ഇന്ത്യ ആർ എക്സ്റ്റെൻഡഡ് വിത്ത് ഫെസിലിറ്റേറ്റ് ബൈ അല്ലേ. കോപ്പറേറ്റീവ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ കോപ്പറേറ്റീവ് പ്രോസസ്സിംഗ് യൂണിറ്റ് ആർ എക്സ്റ്റെൻഡ് ചെയ്തു അല്ലേ വിത്ത് ഫെസിലിറ്റേറ്റ് ബൈ. ആരുടെ? 1049/2024 ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ പറഞ്ഞു NCCU, ഓപ്ഷൻ ബി പറഞ്ഞു NCDC, ഓപ്ഷൻ സി പറഞ്ഞു SCU, ഓപ്ഷൻ ഡി പറഞ്ഞു NCC. ഏതാണ്? NCDC ആണ് ആൻസർ വരുന്നത്. കോപ്പറേറ്റീവ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ഇൻ ഇന്ത്യ ആർ എക്സ്റ്റെൻഡ് വിത്ത് ഫെസിലിറ്റേറ്റ് ബൈ NCDC കേട്ടോ. നോട്ട് ചെയ്തേക്കണേ. ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ഇതെല്ലാം പഠിച്ചിട്ടാ പോകാം. അടുത്താണ് സെക്കൻഡ് ഫേസ് ഓഫ് കേട്ടോ. സെക്കൻഡ് ഫേസ് ഓഫ് ICDP ഈസ് നൗ ഇംപ്ലിമെന്റഡ് ഇൻ ദ റവന്യൂ ഡിസ്ട്രിക്ട് ഓഫ് ഇടുക്കി, പാലക്കാട് ആൻഡ്. അപ്പോൾ സെക്കൻഡ് ഫേസിൽ ഇടുക്കിയും പാലക്കാടും പിന്നെ എവിടെയും കൂടെ ആയിരുന്നു? ഏത് ജില്ലയിലും കൂടെ ആയിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പറയുന്നു തൃശ്ശൂര്, ഓപ്ഷൻ ബി പറയുന്നു ആലപ്പുഴ, ഓപ്ഷൻ സി പറയുന്നു കണ്ണൂര്, ഓപ്ഷൻ ഡി പറയുന്നു നൺ ഓഫ് ദിസ്. ഇപ്പൊ തൃശ്ശൂരാണെന്ന് ഓർത്ത് വെച്ചേക്കും കേട്ടോ. തൃശ്ശൂർ ആണ് സെക്കൻഡ് ഫേസിൽ. ഇടുക്കിയിലും പാലക്കാടിലും തൃശ്ശൂരും ആയിരുന്നു എന്ത് ചെയ്തത്? ഈ ICDP പ്രോജക്റ്റ് അല്ലെ ICDP ഇംപ്ലിമെന്റ് ചെയ്തതെന്ന് ഓർത്ത് വെച്ചേക്കും. ആദ്യത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായി, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 1028/23 ക്വസ്റ്റ്യൻ പേപ്പർ കോഡിലെ ക്വസ്റ്റ്യൻ ആണ്. ഔട്ട് ഓഫ് ദി ടോട്ടൽ ഷുഗർ മിൽസ് ഇൻ ദ കൺട്രി ഡാഷ് പെർസെന്റേജ് ആർ ഇൻ ദി കോപ്പറേറ്റീവ് സെക്ടർ അല്ലെ. നമ്മുടെ രാജ്യത്തെ എന്താണ് ടോട്ടൽ ഷുഗർ ഫാക്ടറീസിന്റെ എത്ര ശതമാനമാണ് കോപ്പറേറ്റീവ് സെക്ടറിൽ നിന്ന് ഉള്ളതെന്ന് ചോദിക്കുകയാണ്. ഓപ്ഷൻ എ പറയുന്നു 56, ഓപ്ഷൻ ബി പറയുന്നു 45, ഓപ്ഷൻ സി പറയുന്നു 72 ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു 23. ആൻസർ ബി ആണ് കേട്ടോ. 45%. നമ്മുടെ ഇന്ത്യയിലുള്ള ഷുഗർ ഫാക്ടറീസിന്റെ 45% കോപ്പറേറ്റീവ് സെക്ടറിൽ നിന്ന് ഉള്ളതാണ് കേട്ടോ. മനസ്സിലായല്ലോ. അടുത്ത ലീഡ് ആൻഡ് ലിങ്ക് സ്കീം. ലീഡ് ലിങ്ക് സ്കീം ഫോർമുലേറ്റ് ബൈ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ലീഡ് ലിങ്ക് സ്കീമിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. ആരാണ് ഫോർമുലേറ്റ് ചെയ്തത്? ഓപ്ഷൻ എ പറഞ്ഞു NCDC, ഓപ്ഷൻ ബി NDDB, ഓപ്ഷൻ സി നബാർഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഏതാണ്? NCDC ആണ്. നമ്മൾ ഓൾറെഡി ഇപ്പൊ തന്നെ ക്ലാസ്സിൽ പറഞ്ഞല്ലേ അല്ലെ. ഇപ്പോൾ തന്നെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പോയ ഭാഗമല്ലേ NCDC ആണ് ലീഡ് ലിങ്ക് സ്കീം പ്രൊവൈഡ് ചെയ്യുന്നത്.
പിന്നെ NCDC ആക്ട് 2009/19 ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൽ വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു NCDC ആക്ട് പാസ് ചെയ്ത വർഷം. ഇപ്പൊ NCDC ആക്ട് എന്നാണ് പാസ് ചെയ്തത്? ഓപ്ഷൻ എ പറയുന്നു 1963, ഓപ്ഷൻ ബി പറയുന്നു 62, ഓപ്ഷൻ സി പറയുന്നു 1961 ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു 1966. ഏതാണ്? 63 NCDC വന്നു, 62 NCDC ആക്ട് പാസ്സാക്കി അല്ലെ, 62 NCDC ആക്ട് പാസ്സാക്കി. അടുത്താണ് 2017-19 വന്നാണ് പ്രസിഡന്റ് ഓഫ് NCDC അല്ലെ, സെൻട്രൽ ക്യാബിനറ്റ് മിനിസ്റ്റർ ഓഫ് ആരാണ്? കോർപ്പറേഷൻ ആണ്. ഇപ്പൊ അഗ്രികൾച്ചർ ഇല്ലല്ലോ, അന്ന് വന്നപ്പോൾ അഗ്രികൾച്ചർ ഉണ്ടായിരുന്നു, ഇപ്പോൾ കോർപ്പറേഷൻ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ആൻസർ സെൻട്രൽ ക്യാബിനറ്റ് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ, സ്റ്റേറ്റ് ക്യാബിനറ്റ് മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ, യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ ഫോർ ഫിനാൻസ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അതാണ് നമ്മുടെ സെൻട്രൽ ക്യാബിനറ്റ് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ കേട്ടോ. കോർപ്പറേഷൻ്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആരാണോ അദ്ദേഹമായിരിക്കും എന്ത് ചെയ്യുന്നത്? നമ്മുടെ പ്രസിഡന്റ്, NCDCയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ ഹെഡ് എന്ന് പറയുക. അടുത്ത NCDC എസ്റ്റാബ്ലിഷ് ചെയ്തത് സൈറ്റിൽ കിടക്കുന്ന ആൻസറാണ് ഞാനിവിടെ പറയുന്നത്. ഓപ്ഷൻ എ 14 മാർച്ച് 1964, ഓപ്ഷൻ ബി 14 മാർച്ച് 1963, ഓപ്ഷൻ സി 14 ഏപ്രിൽ 1963, ഓപ്ഷൻ ഡി 14 ഏപ്രിൽ 1964. ഇതാണ് ഓപ്ഷൻ ബി 14 മാർച്ച് 1963 കേട്ടോ. 14 മാർച്ച് 1963 NCDC എസ്റ്റാബ്ലിഷ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ ഫസ്റ്റ് പ്രോജക്ട് ഓഫ് ICDP in Kerala was implemented in 1987-88. ആ ഒരു കാലഘട്ടത്തിലാണ് കേട്ടോ. അത് ഏത് ജില്ലയിലാണ്? കേരളത്തിൽ. ഓൾറെഡി ഞാൻ പറഞ്ഞു ഇന്ത്യയിലാണ് നദിയാക്ക് അല്ലേ, നദിയാക്ക്. കേരളത്തിലാണെങ്കിൽ വയനാട് അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ PYQ ആണ്, 2024 ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ പാലക്കാട്, ഓപ്ഷൻ ബി വയനാട്, ഓപ്ഷൻ സി ഇടുക്കി ആൻഡ് ഓപ്ഷൻ ഡി കാസർഗോഡ്. ഏതാണ്? വയനാട് അല്ലേ. ഫസ്റ്റ് പ്രോജക്ട് ഓഫ് ICDP in Kerala വാസ് ഇംപ്ലിമെന്റഡ് ഇൻ എവിടെയാണ്? അത് വയനാടാണ് അല്ലേ. ഇന്ത്യയിലാണെങ്കിൽ നാദിയ, കേരളത്തിലാണെങ്കിലും വയനാട്. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോപ്പറേറ്റീവ് സൊസൈറ്റി? താഴെ പറയുന്നതിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലാത്ത ഓപ്ഷൻ എ പറയുന്നു NCDC, ഓപ്ഷൻ ബി പറഞ്ഞു IFFCO, ഓപ്ഷൻ സി NAFED, ഓപ്ഷൻ ഡി NCC. ഏതാണ്? ഓപ്ഷൻ എ NCDC. ഇതൊരു കോർപ്പറേഷനാണ്, സൊസൈറ്റി അല്ല അല്ലേ. ഇതൊരു കോർപ്പറേഷനാണ്, സൊസൈറ്റി അല്ല. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മൾ NCDC ഏകദേശം എല്ലാം പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട PYQസും കംപ്ലീറ്റ് പഠിച്ചിട്ടുണ്ട്. NCDCയുമായി ബന്ധപ്പെട്ട എല്ലാ പോയിന്റ്സും ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം ക്ലാസ്സസ് കണ്ട് യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങൾ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഞാൻ എന്നും ക്ലാസ്സസ് ഇവിടെ അപ്ലോഡ് ചെയ്യും കേട്ടോ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വീണ്ടും അടുത്ത ദിവസങ്ങൾ വീണ്ടും ഓരോ ദിവസവും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ക്ലാസ് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് കണ്ടിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. പരീക്ഷ ഡേറ്റ് ഒക്കെ വന്നല്ലോ. ഓക്കെ, പരീക്ഷ ഡേറ്റ് വന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതിനാണ് കൂടുതൽ ക്ലാസ്സസ് വേണമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സസും കൂടെ ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.